ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷിൻസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ സ്ഥലം വരെ പോവാണ്. അപ്പോൾ അതെങ്ങനെ നോക്കുന്നത്, എങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിടാം. അപ്പോൾ അമ്മയുടെ നമ്മൾക്കെല്ലാം കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ നമ്മള് എങ്ങോട്ടോ പോവാണ്. എങ്ങോട്ടാ കുറുഗ നാഷണൽ പാർക്ക്. കേട്ടല്ലോ, കുറോഗ നാഷണൽ പാർക്ക്. ചുമ്മാ പോവാ, ഞായറാഴ്ച അല്ലേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് എവിടെയാ അവിടെ ഫിഷിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഞായറാഴ്ചയൊക്കെയല്ലേ ചുമ്മാ ഒന്ന് ഇറങ്ങിയേക്കാം. വീട്ടിൽ ഇരുന്നിട്ട് ചുമ്മാ കിടന്ന് ഉറങ്ങത്തുള്ളൂ. അപ്പൊ അതിൽ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു ഡ്രൈവ് പോകാൻ നമ്മൾ ഫ്രഷ് ആവുമല്ലോ, ഒന്ന് പോകാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഞങ്ങളെല്ലാം റെഡിയാണ്. അപ്പം അപ്പോൾ ഇതൊരു പ്ലാൻഡ് ട്രാവൽ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾക്ക് 2025 നമ്മുടെ പ്ലാൻ, ഞാൻ പറഞ്ഞത് 2025 തുടങ്ങിക്കഴിഞ്ഞപ്പം എല്ലാവർക്കും ഓരോ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 2025 ഞങ്ങളുടെ പ്ലാനായിരുന്നു ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ജനുവരി തന്നെ റെസിഗ്നേഷൻ വെച്ചു. 3 മാസം റെസിഗ്നേഷൻ ആയിരുന്നു. അപ്പം 3 മാസം റെസിഗ്നേഷൻ കഴിഞ്ഞൊരു 1.5 മാസം ഞാൻ നാട്ടിൽ നിന്നു. ഇപ്പോൾ നാട്ടിൽ ഒരു ജസ്റ്റ് റെസ്റ്റ് എടുക്കണം. നമ്മൾ കുറേ നാൾ 10-13 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ജോലി ചെയ്യുമായിരുന്നുള്ളത്. ഒരു ചെറിയൊരു റിലാക്സേഷൻ എപ്പോഴായാലും നമ്മൾ ആഗ്രഹിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒരു റിലാക്സേഷന് വേണ്ടി നാട്ടിൽ പോയി 1.5 മാസം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മൾ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും ശരിക്കും ഒരു പ്രവാസി നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് കുറേ സമയം നമ്മൾ പോകും. അങ്ങോട്ട് നമ്മൾ പോകുന്നതിന് ടിക്കറ്റ് എടുക്കലും കുറേ സാധനങ്ങൾ, എസ്പെഷ്യലി ഗൾഫിൽ നിന്നൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒരു മാസം മുമ്പേ പർച്ചേസിങ് ഷോപ്പിംഗ് ഒക്കെ തുടങ്ങും നമുക്ക്, അല്ലേ, നാട്ടിലോട്ടല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും നാട്ടിൽ ചെന്നിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴും നമ്മൾ ഈ ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും കാണാൻ വേണ്ടി പോകണം. നമ്മളെല്ലായിടത്തും പോക്കും, ആളുകളുടെ എല്ലാം കാണാൻ വേണ്ടി, എല്ലാം നമ്മുടെ ബന്ധുക്കളുടെ വീട്ടുകളിലും സന്ദർശിച്ച് നമ്മൾ പള്ളിയിലെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫംഗ്ഷനും കൂടി ഉണ്ടെങ്കിൽ കണ്ണടച്ച് തുറക്കും മുമ്പ് ദിവസങ്ങളൊക്കെ പോകും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റിലാക്സ് ചെയ്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഫുള്ളായിട്ട് റിലാക്സ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യമൊക്കെ ഒരു എന്നാ പറയുക, നമ്മുടെ വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സിൽ നിന്നൊരു റിലീഫ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. നമ്മുടെ കൊങ്കൺ പാത പോലത്തെ ഒരു മലയായിട്ടോ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മലേനെ ഒരു മല തുരന്നിട്ട് തുരങ്കം പോലെ ആക്കിയിട്ട് നമ്മൾ അപ്പുറത്തോട്ട് പോകത്തില്ല. കൊങ്കണിൻ്റെയൊക്കെ വേറെ ഒരു ഇത് തന്നെ, അതിലൂടെ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നേ, ജോലിയുടെ അങ്ങനെ അവിടെ നിന്ന് ഇവിടെ വന്നു. പക്ഷേ പിന്നെ പുതിയൊരു ജോലി സ്ഥലത്ത് നമ്മൾ കയറി കഴിയുമ്പോൾ അറിയാലോ, ആദ്യം തന്നെ കുറേ പ്രൊസീജിയറുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ടാവും. നമുക്ക് പുതിയ ആളുകളുമായിട്ട് പരിചയമാകണം. ഇവിടെ നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്ത് ഏതൊരു ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാലും അവരുടെ ഓർഗനൈസേഷൻ്റേതായിട്ടുള്ള പോളിസിയും പ്രൊസീജിയറും അവിടുത്തെ ആയിട്ടുള്ള പ്രാക്ടീസുകളും നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും. അപ്പം പിന്നെ ആളുകളുമായിട്ടുള്ള നമ്മളൊന്ന് മിങ്കിളപ്പൊക്കെ ആയി ഒന്ന് വരണമെങ്കിൽ നമ്മൾ ആ ഒരു സമയമെടുക്കും. ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് ലെവൽ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി ഹെൽത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രെസ് ലെവൽ, എനിക്ക് തോന്നുന്നു ഒട്ടുമുക്കാലും ആളുകൾ ഈവൻ IT ഫീൽഡിലാണെങ്കിലും ഞാൻ പറയുന്നത് കേട്ടു, ഇവിടെ സ്ട്രെസ് ലെവൽ ഭയങ്കര ഹൈ ആണ്. അപ്പം നമ്മളിങ്ങനെ വർക്കിൻ്റെ ആ സ്ട്രെസ് റിലീഫ് ഒന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ഓഫ് കിട്ടുന്ന സമയത്ത് നമ്മളെപ്പോഴും റിലാക്സ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ രണ്ടാൾക്കാരും ജോലി ചെയ്യുന്ന സാഹചര്യവും അതുപോലെ തന്നെ പിള്ളേരുകളുടെ സ്കൂളും ഇതെല്ലാം ഒത്തൊരുമിച്ച് വന്നാലും നമുക്കൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കിട്ടുന്ന ഒരു സമയം, നമുക്കിപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൽ പോയിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് റിലാക്സ് ചെയ്യാൻ, നമുക്ക് എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ടായെന്ന് വരത്തില്ല. നമുക്ക് കിട്ടുന്ന കൊച്ചു അവസരങ്ങളൊക്കെ നമ്മൾ ഇപ്പം ഒരു 3 ദിവസം ഓഫാണ് കിട്ടുന്നത്, അത് ശനി ഞായറും ആണെങ്കിൽ വരുന്നെങ്കിൽ പിള്ളേരുടെയൊക്കെ ഓഫ് കിട്ടുന്നതനുസരിച്ച് മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ജസ്റ്റ് പുറത്ത് പോകാൻ നമ്മുടേതായിട്ടുള്ളൊരു ക്വാളിറ്റി ലൈഫിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 4 ദിവസം ലീവായിരുന്നു അന്നേരം വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മടിയുണ്ട്, എനിക്കിങ്ങനെ കയറി കിടന്ന് ഉറങ്ങാനൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ആ പുറത്തൊന്ന് ആ മടിയൊന്ന് ഇച്ചിരി സമയത്തേക്ക് മാറ്റി വെച്ച് നമ്മളൊന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല റിലാക്സ് ആകും കേട്ടോ. അപ്പോൾ ഈ റോഡൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജർമ്മൻ, പണ്ടത്തെ ഒരു ജർമ്മൻ്റെ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. പണ്ട് ജർമ്മൻ ആൾക്കാരൊക്കെ വെച്ചിട്ട് ജർമ്മൻ സ്ട്രീറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു സ്ട്രീറ്റിലോട്ടുള്ളൊരു വഴിയത്. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരങ്ങളിലെല്ലാം ഇലയെല്ലാം പൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഈ മരങ്ങളിലൊക്കെ ഓറഞ്ചും ചുവപ്പുമായിട്ടുള്ള ഇലകളൊക്കെ വരുമ്പോൾ ഇതിലും ഭംഗിയാകുമെന്നാണ് കേട്ടോ പറയുന്നത് കേട്ടത്. പക്ഷേ ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. സ്ട്രീറ്റൊക്കെ കാണാനൊക്കെ ആണെങ്കിലും
ഓൾഡ് ഒരു എന്നാ പറയുക, ഒരു കണ്ടംപററി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭയങ്കര ഒരു സ്റ്റൈലായിട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ടിരിക്കുന്ന ടൗണുകളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങണമല്ലോ എന്ന് വെച്ച് ഇറങ്ങിയത് കേട്ടോ. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു ഇന്ന സ്ഥലത്ത് പോകണമെന്ന്. എന്നാൽ ഒരു പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. ഇച്ചാനാണെങ്കിൽ ഫിഷിങ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ വിചാരിച്ചു ഈ പോകുന്ന വഴിക്ക് അവിടെ ഒരു കടലുണ്ട്. അപ്പോൾ കടലിൻ്റെ തീരമാണെന്നൊക്കെയാണ് പറയുന്നത്. ഫിഷിങ്ങൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ചുമ്മാ ഒന്ന് പോവുകയും ചെയ്യാം. ചുമ്മാ 2-3 റോഡൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് വിട്ട് നോക്കാം. ഫിഷ് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ നമുക്കൊരു ട്രാവൽ ആകുകയും ചെയ്യും. അങ്ങനെ ഒരു തീരുമാനത്തിലാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഓസ്ട്രേലിയ നമ്മളിപ്പം അവിടെ നിന്നും ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ മാത്രമൊന്നും ആയിട്ടില്ല. ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പം നമുക്കിപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിലയൊക്കെ സാഹചര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് ഇച്ചിരി സ്ട്രെസ്ഫുള്ളാണ്. കാരണം നമ്മൾ ഒരു ഫാമിലി അല്ലെങ്കിൽ 2 ഫാമിലി ഇവിടെ മാക്സിമം കാണത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇപ്പം എന്നാ പറയുക, നമ്മുടെ കുടുംബത്തിൻ്റെ അത്താണികളായിട്ടുള്ള അപ്പനും അമ്മയും, അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മൾ തനിച്ചായി പോകുന്നൊരു സാഹചര്യം എനിക്കിവിടെ ഒബ്സർവ് ചെയ്തു കേട്ടോ. ഞാൻ ഇപ്പം ഇവിടത്തേക്ക് ആളുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സോഷ്യൽ സർവീസും അങ്ങനെയൊക്കെ കമ്മ്യൂണിറ്റിയൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ പിള്ളേരൊക്കെ കുറച്ച് കഴിയുമ്പം പഠിച്ച് അവരെല്ലാവരും വളർന്നു കഴിയുമ്പോഴത്തേക്കും പഠിച്ചു കഴിയുമ്പോൾ അവരെന്തായാലും ജോലി ആവശ്യങ്ങൾക്കായിട്ട് നമ്മളെ വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഫ്രണ്ട്സും നമുക്ക് ഫാമിലി, ഒരു ഗ്യാങ്, നമ്മുടെ നാട്ടിലേക്ക് പോലെ ഒരു കുടുംബ കൂട്ടായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഒറ്റപ്പെടൽ അറിയില്ല. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു, ഞാൻ നോക്കിയ സാഹചര്യം ഇതുവരെ കണ്ട ഒരു സാഹചര്യത്തിൽ ആ ഒരു ഒറ്റപ്പെടലിന് സാധ്യത കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം ഒറ്റപ്പെടലിന് സാധ്യത കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്ന ഈ അവസരങ്ങളൊക്കെ മുതലാക്കി കുറച്ചൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിള്ളേരൊക്കെ വളർന്ന് അവർക്ക് നമ്മൾ അവരോട് പറയാൻ പറ്റില്ല, അയ്യോ നിങ്ങൾ ജോലിക്ക് പോകണ്ട, ഞാൻ സ്റ്റേ വിത്ത് അസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അവർ നമ്മുടെ കൂടെ ഉള്ളത്തുള്ളൂ. അപ്പം ആ സാഹചര്യം മാക്സിമം യൂസ് ചെയ്യുക. അവനാണെങ്കിൽ ഉറങ്ങിപ്പോയി നോക്കി, അവനാണെങ്കിൽ ഉറങ്ങി തൂങ്ങി. കുറേ നേരം എൻജോയ് ചെയ്തു കേട്ടോ. കാരണം പുറത്തൊക്കെ കുറേ ആടുകളെ കാണാനുണ്ടായിരുന്നു, കുതിരകളെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ യാത്രയ്ക്ക് കുറച്ച് അവൻ എൻജോയ് ചെയ്തു. കുറച്ച് നേരത്തേക്കാണ് ഉറങ്ങിപ്പോയി. അവനും ഫോൺ വേണമെന്നും പറഞ്ഞ് കുറച്ച് വാശിയായിരുന്നേ. അപ്പം ഫോൺ കൈ കൊടുക്കാത്തതുകൊണ്ട് ഉള്ള ഇതിനകത്ത് ഇരുന്ന് ഉറങ്ങിപ്പോയതാണ്. കാണാനൊക്കെയാണെങ്കിൽ 2 സൈഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. ഈ അഡ്ലേഡിൻ്റെ ഹിൽസ് പ്രദേശത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഈ അഡ്ലേഡിനെ പറയുന്നത് പിക്ചറിസ്റ്റിക് ആയിട്ടുള്ള കേട്ടോ. നമ്മൾ പിക്ചറൊക്കെ എടുക്കുവാണെങ്കിൽ ശരിക്കും പിക്ചർ വ്യൂ ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. നീലാകാശവും നല്ല പച്ച പരവതാനി വിരിച്ച പുൽമേടുകളും. ഇവിടെ മരങ്ങളല്ല കേട്ടോ, മുഴുവൻ പുല്ലുകളാണ്. ഈവൻ മഴയുണ്ട്. ഞങ്ങളിവിടെ വന്ന സാഹചര്യത്തിൽ ഞാൻ കണ്ടത് നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മഴ പെയ്യും, പെട്ടെന്ന് മഴ വരും. പെട്ടെന്ന് മഴ വന്നിട്ടിങ്ങനെ വലിയ ഇങ്ങനെ കല്ല് വീഴുന്ന പോലത്തെ അങ്ങനത്തെ അല്ല, നനന്ന് മഴ പെയ്യും. പെട്ടെന്ന് തന്നെ മഴ നിൽക്കും, അപ്പം തന്നെ വെയിലാകും. ഈ വെള്ളമൊന്നും ഇങ്ങനെ റോഡുകളിലൊന്നും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കലോ ചെളിയൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നും ആകുന്ന അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല കാറ്റായിരുന്നു. ഞങ്ങൾക്ക് പുറകിലത്തേക്കാണെങ്കിലും ഞങ്ങൾ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും മരങ്ങളൊക്കെ ചില്ലകളൊക്കെ ഒടിഞ്ഞിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇടിയും മിന്നലും അങ്ങനെ പേടിപ്പെടുത്തുന്ന അങ്ങനത്തെ കാലാവസ്ഥകളൊന്നും ഇല്ല ഇവിടെ ഇതുവരെ ഞങ്ങൾ കണ്ട സ്ഥിതിക്ക്. പിന്നെ കാലാവസ്ഥ ഓക്കെയാണ്. പിന്നെ വെയിൽ വരുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ടെമ്പറേച്ചർ കാണിക്കുന്ന ഒരു 16 അല്ലെങ്കിൽ 17 ഡിഗ്രി ആണെങ്കിലും നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഈ വെയിൽ നമ്മുടെ മേത്ത് കൊള്ളുമ്പോൾ നല്ല ചൂടുണ്ട് ഈ വെയിലിന് കേട്ടോ. നല്ല ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലുള്ള, അതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെയൊക്കെ സ്കിൻ ക്യാൻസറിന് ഹൈ ചാൻസ് ആണ്. ഇവിടുത്തെ ഓസ്ട്രേലിയയിൽ പറയല്ലോ ഓസോൺ പാളികൾ മേലെ ആയതുകൊണ്ട് സ്കിൻ ക്യാൻസറിന് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഒന്നും ഇറങ്ങുന്നവരെല്ലാവരും സൺസ്ക്രീനും സൺ പ്രൊട്ടക്ഷൻ ക്രീമുകളും ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിച്ചാണ് പുറത്ത് പോകേണ്ടതെന്നാണ് പറയുന്നത്. ഇപ്പം ഈ സെപ്റ്റംബറിലൊന്നും ആരും യൂസ് ചെയ്യുന്നതിന് തോന്നുന്നു. മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ചൂട് കൂടിയേ വരത്തുള്ളൂ. ആ സാഹചര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം തന്നെ നല്ല ചൂടാണ് ഇവിടെ. പിന്നെ വേറെ എന്താണ് വിശേഷം? പിന്നെ ഞാൻ നമ്മുടെ ഇതിനകത്ത് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു പ്രണയത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ
പ്രണയം എന്ന് പറയുന്നതിന് കുറേ അധികം കാരണങ്ങളുണ്ട്. യാത്രകളെ പ്രണയിക്കുന്നവരുണ്ടാകാം, അല്ലേ? നമുക്ക് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, എനിക്ക് മഞ്ജു വാര്യറിൻ്റെ ഒരു ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അവൾ സ്വയം ഒന്ന് സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. കാരണം അവൾ യാത്രകൾ, അവൾക്ക് ഇഷ്ടപ്പെട്ട നൃത്തം ചെയ്യുന്നു, അവൾക്ക് ഇഷ്ടപ്പെട്ട വായിക്കുന്നു. അമ്മയ്ക്കാണെങ്കിൽ നൃത്തം ഇഷ്ടപ്പെടുന്ന ആ പുള്ളിക്കാരി അതിനെ പ്രോത്സാഹിപ്പിച്ച് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ കൊണ്ടുവരുന്ന ക്യാരക്ടർ, അങ്ങനെ ഒരു ഫാമിലി ക്യാരക്ടർ നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് എവിടെയാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇഷ്ടങ്ങൾ വേണം. അത് ചിലപ്പോൾ യാത്രയായിരിക്കാം, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കാം, ചിലർക്ക് വായനയായിരിക്കാം. അതുപോലെ തന്നെ ചിലർക്ക് നമ്മൾ പച്ചക്കറി നടുന്നതും കൃഷിയിൽ അതിനകത്ത് ഓരോ പൂ നടുന്നത്, പൂച്ചെടികൾ ഓരോ പൂ ഉണ്ടായി വരുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹോബീസ് വേണം ശരിക്കും. നമ്മൾ ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മൾ ചെയ്യുന്നത് അത് ചിലപ്പോൾ അതൊരു ഹോബി ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന അതിനോടുള്ള പ്രണയമായിരിക്കാം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തോടുള്ള ആ ഒരു ഇഷ്ടം, അതാണ് നമ്മളെ ജീവിക്കാൻ മുമ്പോട്ട് പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ആ ചെറുപ്പത്തിലെ പിള്ളേരിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടർ, എൻ്റെ പിള്ളേർക്ക് വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ആ ക്യാരക്ടറൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം. നമ്മൾ മുമ്പോട്ട് പോകുമ്പം, നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ, നമ്മൾ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ, ഈ ഹോബീസ് നമ്മളെ ജീവിക്കാനും കുറച്ചും കൂടെ നമ്മളെ ആക്റ്റീവായിട്ടിരിക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യിക്കുന്നുള്ളത് കേട്ടോ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ വളവള സംസാരിച്ചുകൊണ്ടിരിക്കും. ഈവൻ യാത്രയിൽ ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ കാണുന്നതിന് എന്ത് ഭംഗിയല്ലേ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചുമ്മാ ട്രാവൽ ചെയ്യാൻ നല്ല രസം കേട്ടോ. ഇച്ചിരി പൈസ പോകും ഈ ട്രാവൽ എണ്ണ അടിക്കുന്നതിന്. പിന്നെ ഞങ്ങളെപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഒത്തിരി ആയിട്ട് രാവിലെ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന് ഞങ്ങൾ കഴിച്ചത് ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ രാവിലെ തന്നെ എണീറ്റാണ്. ഞങ്ങളുടെ പ്ലാനിങ് 8 മണിക്ക് ഇറങ്ങണമെങ്കിലും ഞങ്ങളെല്ലാവരും കഴിച്ചിറങ്ങി വന്നപ്പോൾ 9 മണിയായി. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ ഇറങ്ങേണ്ടതിനേക്കാളും മുമ്പേ ഒരു 1 അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുമ്പ് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തു. പിന്നെ കുപ്പികളിലൊക്കെ എല്ലാവർക്കും വേണ്ട വെള്ളം നിറച്ച് കുപ്പികളിൽ ഇഷ്ടപ്പെടുണ്ടാവും. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കരുത്, ഓറഞ്ച്, ആപ്പിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫ്രൂട്ട്സുകളും കുറച്ച് സ്നാക്സുകളും മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഉച്ചക്കത്തെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ സ്നാക്സിലൊക്കെ, അല്ലെങ്കിൽ ഹോട്ടലിൽ ഇവിടെ കിട്ടാൻ ഭയങ്കര, ഞങ്ങൾ നോക്കിയെടുത്തോളം നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാവൽ പോകുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഫുഡൊക്കെ കഴിക്കരുത് നല്ലതായിരിക്കും. ഞങ്ങൾ ഈവനിങ്ങിൽ ട്രാവൽ ചെയ്യുന്നെങ്കിൽ സാധാരണ കട്ടൻ ചായയോ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എടുക്കും. അതല്ല മോർണിംഗൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉച്ചക്കത്തെ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഞങ്ങൾ കരുതുമ്പം എള്ളുണ്ട, നമ്മളുണ്ട് കടല ഉണ്ട, അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് നട്ട്സുകളുണ്ടാവും. പിന്നെ കൂടുതലും ഫ്രൂട്ട്സ് കരുതും, വെള്ളം കൂടുതലുള്ള ഫ്രൂട്ട്സ്, മുന്തിരിങ്ങയൊക്കെ കൂട്ടിയിട്ട് ഓറഞ്ച്, ആപ്പിൾ, മുന്തിരിങ്ങ അല്ലെങ്കിൽ വാട്ടർ മെലൺ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് എടുക്കും വെള്ളമുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ ക്ഷീണം തോന്നിക്കത്തുമില്ല. യാത്രയിൽ നമുക്ക് കംഫർട്ടാവും, നമുക്ക് വിശക്കത്തുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് നിർത്തി നമ്മൾ റിലാക്സായി ഒന്ന് ഇറങ്ങി നിർത്തിയിട്ടൊക്കെ പോകും കേട്ടോ. കണ്ടിന്യൂസ് ഒന്നും ട്രാവൽ ചെയ്യത്തില്ല, ഇടയ്ക്കൊക്കെ ഞങ്ങൾ നിർത്തും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ട്രാവൽ. എന്നാലും നമ്മൾ ഇറങ്ങണം കേട്ടോ. എന്ത് രസമാണ് കാണാമെന്നറിയാമോ ഇവിടെ സ്ഥലങ്ങളൊക്കെ. ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മാറ്റി വെച്ച് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. മടി പിടിച്ച് നമുക്ക് കിടക്കാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തണുപ്പത്ത് ഇങ്ങനെ പുതപ്പിനുള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട്. അത് സുഖമുള്ള കാര്യം തന്നെ കേട്ടോ, പുതപ്പിനുള്ളിൽ നിന്ന് കിടക്കാനൊക്കെ തോന്നും. പിന്നെ ഞാൻ വിചാരിക്കും കുറച്ച് വയസ്സായി കഴിയുമ്പോൾ നമുക്കത് ആസ്വദിക്കാമല്ലോ. നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് കാലിനും മുട്ടിനും കൈക്കൊക്കെ വേദന വരുന്ന ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് വേറെ നിവൃത്തി ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ എൻ്റെ ഒരു പേഷ്യൻ്റ് പണ്ട് പറഞ്ഞ പോലെ, പുള്ളിക്കാരി പറയുവാണ്, എനിക്ക് ഇറങ്ങി ഓടി ഈ ഗാർഡനുകളിൽ കൂടെ പോകണമെന്നുണ്ട്, എനിക്ക് എൻ്റെ പാർക്കിൽ പോയി ഇരിക്കണമെന്നുണ്ട്, എനിക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. ഇതൊന്നും എന്നെക്കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് കഴിയുന്ന ഒരു കാലത്ത് നമ്മൾ ട്രാവൽ ചെയ്യണം. ആ ഓർമ്മകൾ പിന്നീട് നമുക്ക് ഊർജ്ജം തരും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥലങ്ങൾ. ഒത്തിരി അധികം ചെമ്മരിയാടുകൾ മേഞ്ഞ് നടക്കുന്നത് കാണാം. ഒത്തിരി കുറച്ചും കൂടി ഉള്ളോട്ട് വരുവാണെങ്കിൽ നമ്മൾ ആ സിറ്റി സൈഡിലൊക്കെ വന്നത്തേക്ക് ഇച്ചിരി ആടുകളിനെയൊക്കെ ആയിരുന്നു, ലാമേനെയൊക്കെ കണ്ടുള്ളൂ കേട്ടോ. പക്ഷേ ഉള്ളോട്ട് വന്നപ്പോൾ എനിക്ക് കുറേ പശുക്കളൊക്കെ ഉള്ളത്. നമുക്കിവിടെ ഫാം, എനിക്ക് തോന്നുന്നു കുറേ പശുക്കളുടെ കൗ ഫാം ഉണ്ട് കേട്ടോ. അത് 1 2 ഒന്നുമല്ല, എനിക്ക് തോന്നുന്നു മിനിമം ഒരു ഫാമുകാർക്ക് ഒരു 50 മേലെ പശുക്കളുണ്ട്, ഇഷ്ടംപോലെ. പിന്നെ ഇവരൊന്നും കെട്ടിയിട്ടിട്ടൊന്നുമല്ല കേട്ടോ വളർത്തുന്നത്. ഇവരെല്ലാം ഫെൻസ് അടിച്ചിട്ടുണ്ട്, അതിനകത്ത് കൂടെ തുറന്ന് വിട്ടേക്കുവാണ്. അവർ മേയുന്നു. ഈവൻ കുതിരകളെയൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഫെൻസ് അടിച്ചിട്ട് അതിനകത്ത് കൂടെ ചുമ്മാ തുറന്ന് വിട്ടേക്കുകയാണ്. ഈ വഴിക്ക് കൂടെ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ ഈ ബുള്ളറ്റിൽ അല്ലെങ്കിൽ വലിയ ബൈക്കുകളിൽ
അവരിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്ന കണ്ടു കേട്ടോ, ഇഷ്ടംപോലെ ആളുകൾ. പിന്നെ ഇന്ന ഡെസ്റ്റിനേഷനൊന്നും വേണം, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും സ്ഥലം കാണുവാണെങ്കിൽ ഒരു പേര് എഴുതി വയ്ക്കും. അടുത്തിങ്ങനെ പോകുമ്പോൾ നമുക്ക് അടുത്തൊരു ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ അങ്ങോട്ടുള്ള ഏതാ ലേബൽ എന്നുള്ളത് ഞങ്ങളതൊന്ന് എഴുതി വയ്ക്കും. അപ്പോൾ എന്നിട്ട് ഞങ്ങളത് ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ നല്ല ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ ചുമ്മാ ഇറങ്ങും. ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. പിന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷിങ്ങിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ തന്നെ ഞാൻ എല്ലാ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഞാനൊരു 3 പാർട്ടായിട്ട് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന് മുമ്പ് കുറച്ച് വീഡിയോ ഒക്കെ ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തൊരു പാർക്കുണ്ട് കേട്ടോ, അതിൻ്റെ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നേ. അപ്പോൾ അതെന്നെ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോയതാണ്. അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് വിട്ടപ്പം അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. അതെങ്ങനെ ഡിലീറ്റ് ആയെന്ന് അറിയത്തില്ല. അങ്ങനെ എൻ്റെ കുറേ വീഡിയോ, എൻ്റെ ഖത്തറിൻ്റെ ആണെങ്കിൽ കൊച്ചിയുടെ ഖത്തറിൻ്റെ അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടത്. ആ വീഡിയോസ് എല്ലാം അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ആ വീഡിയോ കണ്ട് നിങ്ങൾ ബോറടിക്കണ്ട, ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ജസ്റ്റ് ഒരു മെമ്മറിക്കായിട്ട് കൂടെ ഞാനിടുന്നത്. എന്ത് രസമല്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യത്തിൽ. എനിക്ക് അഡ്ലേഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ഒരു നാഷണൽ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ എനിക്ക് നല്ല എക്സ്പ്ലോറേഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അഡ്ലേഡിലോട്ട് ഫസ്റ്റ് വരുവാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അഡ്ലേഡ് എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും പറയുന്നത് അഡ്ലേഡിലോട്ടാണോ, ഇതൊരിച്ചിരി റീജിയണലാണ്, അങ്ങനെ രീതിയിലൊക്കെ ഉണ്ട്. ഉള്ളിലോട്ട് പോയാൽ റീജിയണൽ കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ എല്ലാം 10 മിനിറ്റ് ദൂരത്തിൽ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. 10 മിനിറ്റ് ദൂരത്തിൽ നമുക്കെല്ലാം കോൾസ്, വൂൾവർത്ത്, അതുപോലെ തന്നെ പള്ളി 10-12 മിനിറ്റൊക്കെ ദൂരമുള്ളൂ. ഞങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട് 9 മിനിറ്റേ ഉള്ളൂ. സ്കൂളിലോട്ട് 3 മിനിറ്റേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ല സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ചെമ്മരിയാട് കാണി മേഞ്ഞ് കിടക്കുന്നത്, എന്തോരം ചെമ്മരിയാടാണെന്ന് നോക്കും, കുനുകുനുകുനൂന്ന് കാണുന്ന ഇഷ്ടം പോലെ ആടുകൾ കേട്ടോ. ചുമ്മാ അഴിച്ചു വിട്ടേക്കും അവരെ. അങ്ങനെ എനിക്ക് പിന്നെ കുർബാനയാണെങ്കിലും നമ്മളിപ്പം ഞങ്ങൾ ക്രിസ്ത്യൻസ് കേട്ടോ, അതിപ്പം റോമൻ കത്തോലിക്സിന് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ചർച്ചുണ്ട്. എല്ലാ ദിവസവും കുർബാന ഉണ്ട്. ആകപ്പാടെ കുർബാന ഇല്ലാത്ത ചൊവ്വാഴ്ചയും അവർ പറയുന്ന ഏതെങ്കിലും അച്ഛനെ വിളിച്ചു പറയും കേട്ടോ എല്ലാ ദിവസവും. എല്ലാ പ്രാവശ്യം ഒരുപോലെ ആയിരിക്കില്ല എങ്കിലും മോസ്റ്റ് ഓഫ് ദി ടൈം ഒന്നെങ്കിൽ തിങ്കൾ അല്ലെങ്കിൽ വ്യാഴാഴ്ച കുർബാന ഉണ്ടാകത്തില്ല. അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും കുർബാനയുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അത് മലയാളം കുർബാനയുണ്ട്. നമുക്ക് മലയാളം നമ്മുടെ നാട്ടിലത്തേക്ക് പള്ളിയിൽ പോകുന്ന തന്നെ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് പോകാൻ വേണ്ടി സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്ന് പിള്ളേർ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മടിയായിരിക്കും ചിലപ്പോൾ ഒക്കെ. പിന്നെ ഇവിടെയും കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഈ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് കാണാനൊക്കെ ഇഷ്ടപ്പെട്ടു, ഡാൻസൊക്കെ. അപ്പം ഞങ്ങൾ പോകാൻ തീരുമാനിച്ച ഈ പാർക്കിലോട്ടാണ്. അത് മറ്റൊരു വീഡിയോ കാണിക്കാം കേട്ടോ.